ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ വിളിച്ച ഉന്നതതല യോഗം കൊച്ചി ഇഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. നിർണായക യോഗത്തിൽ CMRL എക്സാലോജി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ അഭിഭാഷക സംഘത്തെയും യോഗത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഇപ്പോൾ ഏറെക്കുറെ ഒരു 1.5 മണിക്കൂറിനടുത്തായെന്ന് തോന്നുന്നു ആ യോഗം തുടങ്ങിയിട്ട്. എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്താണ് ഇഡിയുടെ അടുത്ത നീക്കം എന്നറിയുന്നതിലാണ്. അത് ഒരുപക്ഷെ വീണയടക്കം സമൻസ് നൽകി വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ആയിരിക്കാം. എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ CMRL എക്സാലോജി കേസ് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഭാവിയിലേക്കുള്ള അതിൻ്റെ നടപടികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ രാഹുൽ നവീൻ ഇതുവരെയും ഒരു കേസുമായി ബന്ധപ്പെട്ടും കൊച്ചിയിലോ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ കേസ് ഹൈക്കോടതി പരിഹരിക്കാനിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിലെത്തിയത്. ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചതോടുകൂടി അദ്ദേഹം യോഗം ആരംഭിക്കുകയായിരുന്നു. 11 മണിയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത്. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാലോജിക് CMRL കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ടിക്കെതിരെ നോട്ടീസ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആ ചോദ്യം ചെയ്യൽ ഇനി വൈകുമോ അല്ലെങ്കിൽ ഉടൻ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാം സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അന്ന് CMRL കൊടുത്തിരുന്ന ഹർജി തള്ളിയതോടുകൂടിയായിരുന്നു ആദ്യ പടിയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ ടിയുടെ അടക്കം ഉള്ള വീടുകളിൽ 12 ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നത്. അന്ന് 240ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. അതിൽ ഒരു അക്കൗണ്ട് വീണ ടിയുടെ ആയിരുന്നു. HDFC ബാങ്കുമായി ബന്ധപ്പെട്ട 1.5 ലക്ഷം രൂപയായിരുന്നു ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല 18 കോടിയോളം രൂപയാണ് ഈ CMRL എക്സാലോജിക് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ തുടർന്ന് 18 കോടിയോളം രൂപയായിരുന്നു മരവിപ്പിച്ചിരുന്നത്. ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ പരിശോധനകളും അന്വേഷണവും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നതും. ഒപ്പം തന്നെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ നേരിട്ട് തന്നെ കാണുകയും അവരോട് കാര്യങ്ങൾ ആരായുകയും ചെയ്യുന്നുണ്ട്. ഈ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന വണ്ണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്യാമിലി.